നല്ല പൊരി വെയിലത്ത് വിയർത്തൊലിച്ച് വരുമ്പോൾ ഒരു ചിൽഡ് ബിയർ കിട്ടിയാൽ എന്തു ചെയ്യും? നൊട്ടി നുണഞ്ഞു കുടിക്കാൻ തോന്നാത്തവർ ആരെങ്കിലും ഉണ്ടാകുമോ? തൊണ്ട വറ്റി വരണ്ടുണങ്ങിയിരിക്കുമ്പോൾ ബിയർ തരുന്നൊരു തണുപ്പും സുഖവുമുണ്ട്. നുരഞ്ഞു പോകുന്ന ബിയറിന്റെ കൂടെ ഒരു ടച്ചിങ്സും കൂടി ഉണ്ടെങ്കിൽ മനോഹരം. ആൽക്കഹോളിക് വെതർ എന്നു തന്നെ പറയേണ്ടി വരും. ചൂടത്ത് നല്ലൊരു ബിയർ കുടിക്കാൻ തോന്നുന്നത് തെറ്റൊന്നുമല്ല. എന്നാൽ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏത് കാലാവസ്ഥയിലും മാറ്റമില്ലാതെ ബിയർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്? ബിയറിലെ ഘടകമാണ് എത്തനോൾ. ചൈനീസ് അക്കാദമി ഓഫ് സയൻസിലെ ഗവേഷകർ നടത്തിയ ഒരു പഠനത്തിൽ വെള്ളത്തിൽ എത്തനോളിന്റെ വിവിധ സാന്ദ്രതകൾ അടങ്ങിയ ഘടകങ്ങൾ ഇതിനായി പരീക്ഷിച്ചു. ഈ പഠനത്തിന്റെ ഫലമായി എത്തനോൾ ഓരോ കാലാവസ്ഥയിലും വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നതായി കണ്ടുപിടിച്ചു. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അതിൽ മാറ്റം വരുന്നുണ്ട്. കുറഞ്ഞ ആൽക്കഹോൾ സാന്ദ്രതയിൽ എത്തനോൾ ജലതന്മാത്രകൾക്ക് ചുറ്റും പിരമിഡ് ആകൃതിയിലുള്ള രൂപം സ്വീകരിക്കും. എത്തനോളിന്റെ സാമീപ്യം മൂലം ബിയർ വിവിധ കാലാവസ്ഥയിൽ വിവിധ സാന്ദ്രതകൾ സ്വീകരിക്കുകയും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. ലൈറ്റ് ബിയറിൽ സാധാരണയായി 4% മുതൽ 5% വരെ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട്. അതേസമയം റെഗുലർ ക്രാഫ്റ്റ് ബിയറുകളിൽ 5% മുതൽ 10% വരെ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട്. വേനൽക്കാലത്ത് ശരീരം തണുപ്പിക്കാൻ ബിയർ കുടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, സത്യത്തിൽ ബിയർ ശരീരത്തെ ആ കുടിച്ചു തീർക്കുന്ന സമയം വരെ മാത്രമാണ് തണുപ്പിക്കുന്നത്. പലപ്പോഴും ബിയർ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് പോലെ കരുതുന്നവരും ഉണ്ട്. കൂടാതെ ബിയർ കുടിക്കുമ്പോൾ സാധാരണയായി കൂടുതലായി മൂത്രമൊഴിക്കുകയും അതിനാൽ തന്നെ ഇതുവഴി കൂടുതൽ നിർജ്ജലീകരണം സംഭവിക്കുകയും ചെയ്യുന്നു. നിർജ്ജലീകരണം മാത്രമല്ല, ശരീരത്തിലെ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്നതിന് ഇതൊരു കാരണമായി മാറാറുണ്ട്. വെറും വയറ്റിൽ ബിയർ കുടിക്കുമ്പോൾ വയർ നിറഞ്ഞതുപോലെ അനുഭവപ്പെടും. എന്നാൽ ഇത് ബ്ലഡ് പ്രഷർ വർദ്ധിപ്പിക്കുകയും ചൂട് പെട്ടെന്ന് കൂടുന്നതിലൂടെ സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങളിലേക്കും നയിച്ചേക്കാം. ബിയർ കുടിച്ച് പുറത്തിറങ്ങിയ നല്ല പോലെ വിയർക്കുന്നതായി അനുഭവപ്പെടാം. ചിലർക്ക് നല്ല കടുത്ത തലവേദനയും അമിതമായ ക്ഷീണവും ദാഹവും അനുഭവപ്പെടാറുണ്ട്. ഇത് ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയും കുറവല്ല. എത്ര വെള്ളം കുടിച്ചാലും വീണ്ടും വീണ്ടും കുടിക്കാനുള്ള ത്വര നിങ്ങളിൽ വർദ്ധിപ്പിക്കും. ശരീരം നല്ലപോലെ നിർജ്ജലീകരണം ഉണ്ടാകും. അതിനാൽ വേനൽക്കാലത്ത് പരമാവധി ബിയർ കുടിക്കാതിരിക്കുകയാണ് നല്ലത്. ശരീരത്തെ മൊത്തത്തിൽ ഡൗൺ ആക്കാൻ ബിയർ കാരണമാകുന്നു.